നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ കേസന്വേഷണം സിബിഐക്ക് കൈമാറുന്നത് വൈകിയതിൽ ഒടുവിൽ അന്വേഷണവും പിന്നാലെ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനും പ്രഖ്യാപിച്ച് സർക്കാരിന്റെ തടിയൂരൽ. അന്വേഷണം സിബിഐക്ക് കൈമാറുന്ന നടപടിക്രമങ്ങൾ വൈകുന്നതിൽ സിദ്ധാർത്ഥിന്റെ അച്ഛൻ തന്നെ നേരിട്ട് വിമർശനം ഉന്നയിക്കുകയും തെരഞ്ഞെടുപ്പ് ചൂടിനിടെ പ്രതിപക്ഷ നേതാവിനെയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെയും നേരിട്ട് കണ്ട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് സർക്കാർ പ്രതിക്കൂട്ടിലാകുന്നത്. വിഷയം വലിയ ചർച്ചകൾക്കും സർക്കാർ വിരുദ്ധ വിമർശനങ്ങൾക്കും ഇടയായതോടെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തര സെക്രട്ടറിയോട് വിശദീകരണം തേടുകയായിരുന്നു. പിന്നാലെ അന്വേഷണം വൈകിപ്പിച്ച ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകി പിണറായി തടിയൂരി. ആഭ്യന്തര വകുപ്പിലെ M സെക്ഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി VK പ്രശാന്ത, സെക്ഷൻ ഓഫീസർ ബിന്ദു, സെക്ഷൻ ഓഫീസ് അസിസ്റ്റന്റ് അഞ്ജു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പച്ചക്കളവ് പറയുന്നതിൽ CPM-ഉം പിണറായിയുമൊക്കെ എന്നും നമ്പർ 1 തന്നെയാണ്. നിൽക്കക്കളിയില്ലാതെ വരുമ്പോൾ നുണ പറഞ്ഞ് രക്ഷപ്പെടുന്ന പിണറായിയുടെ പതിവ് ശൈലിയാണ് ഇപ്പോഴും തുടരുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പൂക്കോട് വെറ്റിനറി കോളേജിൽ SFI ഗുണ്ടകളുടെ ക്രൂര പീഡനത്തെ തുടർന്ന് മരണപ്പെട്ട നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് ഇതുതന്നെയാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് കൈമാറിക്കൊണ്ട് സർക്കാർ വിജ്ഞാപനമിറക്കിയത് മാർച്ച് 9-നായിരുന്നു. എന്നാൽ കേസിന്റെ നാൾവഴികൾ രേഖപ്പെടുത്തിയ പെർഫോമ, FIR ഉൾപ്പെടെയുള്ള രേഖകൾ എന്നിവ തയ്യാറാക്കി CBIക്ക് കൈമാറിയാൽ മാത്രമേ കേസന്വേഷണം പരിഗണിക്കുകയുള്ളൂ. എന്നാൽ വിജ്ഞാപനമിറക്കി ഇത്രയും നാളായിട്ടും നടപടിക്രമങ്ങൾ മന്ദഗതിയിൽ തന്നെ തുടരുകയായിരുന്നു. സിദ്ധാർത്ഥിന്റെ അച്ഛൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നേരിൽ കാണാൻ എത്തുമ്പോൾ ഇപ്പോൾ ശരിയാക്കി തരാം എന്നുള്ള ഒരു സ്ഥിരം ശൈലിയിലുള്ള മറുപടി മാത്രമാണ് പിണറായി സർക്കാരിൽ നിന്ന് ലഭിച്ചത് എന്ന് പറയുന്നു. CBI അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത് പിണറായി വിജയൻ, അല്ലാതെ CBIക്ക് അന്വേഷണം കൊടുത്തില്ല. എന്നാൽ CBIക്ക് ഉത്തരവ് കൈമാറിയില്ല എന്ന് മാത്രമല്ല, മുഖ്യന്റെ ഉത്തരവ് കവറിംഗ് ലെറ്റർ ഉൾപ്പെടെ ഉടൻ അയക്കാൻ കൂട്ടാക്കിയതുമില്ല. ശേഷിക്കുന്ന തെളിവുകൾ കൂടി നശിപ്പിക്കാനും തന്റെ പണിക്കാരായ SFIക്കാരെ രക്ഷിക്കാനുമുള്ള പഴുതുകൾ ഒരുക്കുന്നതുവരെ CBI അന്വേഷണ ഉത്തരവ് മുഖ്യന്റെ ഓഫീസിൽ തടഞ്ഞു വെക്കുകയാണ് എന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ പരാതി. ഇതോടെയാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പരസ്യ വിമർശനമുയർത്തിയത്. തെരഞ്ഞെടുപ്പ് ചൂടിനിടെ വിഷയം പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കിയതോടെ പോലീസും ആഭ്യന്തര വകുപ്പും പെർഫോമ, FIR ഉൾപ്പെടെയുള്ള രേഖകൾ കൈമാറാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയായിരുന്നു. ഇമെയിൽ വഴി പെർഫോമ CBIക്ക് കൈമാറുകയും റിപ്പോർട്ട് ഡൽഹിയിൽ നേരിട്ടെത്തി സമർപ്പിക്കാൻ സ്പെഷ്യൽ സെൽ DYSP S ശ്രീകാന്തിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം വൈകിയ നടപടിയിൽ 3 ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ ലഭിച്ചത്. സിദ്ധാർത്ഥിന്റെ അച്ഛൻ തന്നെ നേരിട്ട് പ്രതിഷേധവുമായി രംഗത്തിലെത്തിയ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ കേസന്വേഷണം CBIക്ക് കൈമാറുന്നത് വൈകിയതിലാണ് അന്വേഷണവും ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനും പ്രഖ്യാപിച്ച് സർക്കാർ ഇപ്പോൾ തടിയൂരിയിരിക്കുന്നത്. അന്വേഷണം CBIക്ക് കൈമാറുന്ന നടപടിക്രമങ്ങൾ ഇത്രയധികം കാലം നീട്ടിവെച്ചതിന്റെ കാരണം തേടി സിദ്ധാർത്ഥിന്റെ അച്ഛൻ തന്നെ വിമർശനമുന്നയിക്കുകയും പ്രതിപക്ഷ നേതാവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെയും കണ്ട് സഹായം അഭ്യർത്ഥിച്ചതോടെയാണ് ഇത്തരം നടപടികളിലേക്ക് സർക്കാർ തയ്യാറായത്. വിഷയം വലിയ ചർച്ചകൾക്കും സർക്കാർ വിരുദ്ധ വിമർശനങ്ങൾക്കും ഇടയായതോടെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തര സെക്രട്ടറിയോടാണ് വിശദീകരണം തേടിയത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് കൈമാറിക്കൊണ്ട് സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് മാർച്ച് 9-നായിരുന്നു. പിന്നീട് ഇത്ര കാലവും ഇത് നീട്ടിവെക്കുകയായിരുന്നു. ഇത് സ്വന്തം ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുകയാണ് എന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ വിമർശനം ഉയർത്തിയത്.